മരണങ്ങളുടെ ചുരുളഴിയുമ്പോൾ സംശയങ്ങളുടെ വലയിൽ പുതിയ മുഖങ്ങൾ. ഒരാൾ മാത്രമാണോ കൊലയാളി? അല്ലെങ്കിൽ പ്രതികാരത്തിനായി ഒരുമിച്ച ഈ 3 നിഴലുകളോ? കൊലയാളിയുടെ 54-ാം ഭാഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഴുവനും കേൾക്കാൻ ശ്രമിക്കണേ. ശശിധരനിൽ നിന്നറിയാൻ കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ദിശയെ തന്നെ മാറ്റിമറിക്കാൻ ആ വിവരങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങളുടെ വിശ്വാസ്യതയും ശരിക്കും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അറിഞ്ഞത് പൂർണ്ണമായും ശരിയല്ലെങ്കിലോ തങ്ങളുടെ വഴി പിഴച്ചുപോവില്ലേ? അത് മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യുക എന്നത് പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടുകൂടിയാണ് വിവരങ്ങൾ ജീവൻ സംഘത്തിൽ അവതരിപ്പിച്ചത്. ഇതിപ്പോൾ കാര്യങ്ങളൊരു കരയ്ക്കടുക്കുന്നതിനു പകരം കാറിലും കോളിലും പെട്ട് ഉഴലുകയാണല്ലോ. എല്ലാം കൂടി മൊത്തം കുഴഞ്ഞു മറിയുകയാണല്ലോ സാർ. അവരെല്ലാവരുടെയും മനസ്സിലെ വിചാരം അതുതന്നെയായിരുന്നു. അത് രഞ്ജിത്തിൽ നിന്ന് വാക്കുകളായി പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് ഈ പരമ്പര അവസാനിപ്പിക്കാം എന്ന് കരുതുമ്പോഴേക്കും പുതിയ പുതിയ മുഖങ്ങൾ രംഗപ്രവേശം ചെയ്യുകയാണല്ലോ. ജീവൻ ജോസ് തൻ്റെ നിഗമനവും വിശദീകരണവും അവരോട് പറഞ്ഞു തുടങ്ങി. ഞാൻ ആലോചിച്ചു നോക്കിയിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളോട് പറയാം. നമ്മൾ ഇപ്പോൾ സംശയിക്കുന്നതും ഉമ്മച്ചനും സംഘവുമായി ശത്രുതയുണ്ടാവാൻ സാധ്യതയുള്ളതുമായ 3 പേരാണല്ലോ ഉള്ളത്. ഏതെങ്കിലും കാരണവശാൽ അവർ 3 പേരും ഏതെങ്കിലും സാഹചര്യത്തിൽ വെച്ച് ഒരുമിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറാൻ തീരുമാനിച്ചാലോ? ജീവൻ തുടർന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും കൂടി നടത്തുന്ന സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് ഓരോ സംഭവവും എങ്കിലോ? അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ്. 3 വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ള ഈ 3 പേരും ഒരുമിക്കണമെങ്കിൽ അതിന് പൊതുവായ ഒരു സാഹചര്യം ഉണ്ടാകണം. അല്ലെങ്കിൽ പൊതുവായ കാരണമുണ്ടാകണം. ഒന്നുകിൽ അത് വല്ല കൂട്ടായ്മയുമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ തണലിൽ ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവായ സുഹൃത്തു വഴി എങ്ങാനും ഇവർ തമ്മിൽ ബന്ധപ്പെട്ടതാകാം. പരസ്പരം സംസാരിച്ചപ്പോൾ ലക്ഷ്യം ഒന്നാണെന്ന് മനസ്സിലായതാണെങ്കിലോ? അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാലും ആകാം. സാധ്യതകൾ ധാരാളമുണ്ടാകാം. അത് നമ്മൾ ചെയ്യാൻ പോകണ്ട. അതിപ്പോൾ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയണമെന്നുമില്ല. ഇനി രണ്ടാമത്തെ സംശയം. ഇതെല്ലാം എല്ലാവർക്കും വേണ്ടി നടത്തുന്നത് ഒരാളാണെങ്കിലോ? കാര്യം പറഞ്ഞാൽ ഈ 3 പേരും ഒരേപോലെ തന്നെ ഇവരോട് ശത്രുതയുള്ളവരാണ്. ഒത്തുകിട്ടിയാൽ കൊല്ലാൻ പോലും മടിക്കാത്തവരുമാണ്. അതിനുള്ള ന്യായീകരണങ്ങൾ അവരുടെ ഭാഗങ്ങളിൽ ഉണ്ട് താനും. അവരുടെ ഒക്കെ ജീവിതം നശിപ്പിച്ചത് ഇവർ തന്നെയാണല്ലോ. എന്നാൽ പോലും കൊലപാതകം നടത്തുന്നത് ഒരാളായിരിക്കാം എന്ന് ചിന്തിക്കാവുന്ന രീതിയിലാണല്ലോ നമുക്കിത്രയും കാലവും ലഭിച്ച വിവരങ്ങൾ. കൊലപാതക രീതി ഒന്നുതന്നെയാണല്ലോ. പൊതുവായി ആലോചിച്ച് തീരുമാനിച്ച ഒരു രീതിയാകാം അത്. അതല്ലെങ്കിൽ ഇതെല്ലാം നടത്തുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരാളായിരിക്കുകയും ചെയ്യാം. എല്ലാവരും ചിലപ്പോൾ ഇതിൽ സഹകരിക്കുന്നുണ്ടാകാം. വിവരങ്ങൾ കൈമാറാനും തന്ത്രപരമായ തീയതികൾ നിശ്ചയിക്കാനുമൊക്കെ സഹകരിക്കുന്നുണ്ടാകാം. പക്ഷേ കൃത്യം നടപ്പിലാക്കുന്നത് മാത്രം ഒരാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത മുഴുവൻ. കണ്ടുപിടിക്കേണ്ടത് ഈ 3 പേരും ഒരുമിച്ച് ചേരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതിനുള്ള വഴിയും നമുക്ക് തെളിഞ്ഞു കിട്ടും.
ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും അപ്രധാനമായി കരുതരുത്. വെറുതെ കിട്ടുന്നതാണെങ്കിൽ പോലും ആ കാര്യം കൂടി പരിഗണിക്കണം. അവസാനം നമുക്കുള്ള മാർഗം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഇതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ജോസ് മാത്യു എല്ലാവരോടുമായി പറഞ്ഞു. എനിക്ക് കുറച്ച് ദിവസത്തെ ലീവിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ ജീവൻ സാറിനോട് പറഞ്ഞതായിരുന്നു. അന്നേരം സാറ് മറുപടി ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം മുതൽ തന്നെയാണ് എനിക്ക് ലീവ് ആവശ്യമുള്ളത്. എന്തിനാണ് ലീവ് വേണ്ടതെന്ന് പറഞ്ഞതെന്ന് പോലും ഞാൻ മറന്നു. എന്തായാലും ജോസ് ഒരു കാര്യം ചെയ്യ്, ഒരു തവണ കൂടി അത് പറ. ഞാനെൻ്റെ ഓർമ്മയിലേക്ക് സംഭവമൊന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ. മീനങ്ങാടിയിലുള്ള അമ്മാവൻ്റെ മകൻ്റെ കല്യാണമാണ്. കുടുംബമടച്ച് എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ മാത്രമായിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. ശരിയല്ലെങ്കിൽ പോകണം. ഇപ്പോൾ പിന്നെ കാര്യമായ തിരക്കുകളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പോയി വാ. പിന്നെ നമ്മളുടെ ലിസ്റ്റിലുള്ള ഒരാൾ കൽപ്പറ്റക്കാരനാണ്. അയാളെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നുകൂടി പരിശ്രമിച്ചോണം. നമ്മുടെ സമയം പരമാവധി ഉപയോഗിക്കണം. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മാവന് കൽപ്പറ്റയും പടിഞ്ഞാറത്തറയുമെല്ലാം നല്ല പരിചയമുള്ളതാണ്. നമ്മൾ തേടുന്ന കക്ഷിയെയും കുടുംബത്തെയും ചിലപ്പോൾ അറിഞ്ഞേക്കും. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ഒരു അന്വേഷണം അമ്മാവനെ കൊണ്ടുകൂടി നടത്തിക്കാം. തിരക്കുണ്ടെങ്കിലും കാര്യം പറഞ്ഞാൽ സാധിക്കും. അല്ലെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു കേസിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ എന്തിനു പോയാലും അന്വേഷണമായിരിക്കുമല്ലോ മനസ്സിൽ. കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടുമോ എന്നല്ലേ നമ്മുടെ പ്രധാന നോട്ടം. അതുകൊണ്ടാണല്ലോ നമ്മൾ വിജയിച്ചു നിൽക്കുന്നതും. മഹേന്ദ്രൻ്റേതായിരുന്നു ആ അഭിപ്രായം. നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ തോന്നുമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അത് അവർക്കെല്ലാവർക്കും അറിയാം. മറ്റാരെങ്കിലും കേൾക്കുമ്പോൾ അവർ മാത്രമേ നെഗറ്റീവാണോ എന്ന് സംശയിക്കുകയുള്ളൂ. എന്നാൽ പിന്നെ ജോസ് പോയി കല്യാണമൊക്കെ തിന്ന് തടിച്ചു കൊഴുത്തു വാ. വലിച്ചു കയറ്റുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടി ഓർത്തോണേ. പിന്നെ സാർ പറഞ്ഞ കാര്യവും. അനുവാദം കിട്ടിയതോടെ പിറ്റേ ദിവസം തന്നെ കൽപ്പറ്റയ്ക്ക് പോകാൻ കുടുംബത്തോടൊപ്പം ജോസ് മാത്യുവും പോയി. മീനങ്ങാടി എന്ന് പറയുമെങ്കിലും കൽപ്പറ്റയ്ക്കും മീനങ്ങാടിക്കുമിടയിൽ അമ്പലവയൽ റോഡ് തിരിയുന്ന ഭാഗത്തിനടുത്താണ് ജോസിൻ്റെ അമ്മാവൻ്റെ സ്ഥലം. എവിടേക്ക് നോക്കിയാലും കുരുമുളക് കൊടികൾ മാത്രം. അവിടെയാണ് അവരുടെ വിശാലമായ കൊടിത്തോട്ടം ഉള്ളത്. തോട്ടത്തിലെ പണികൾക്ക് സ്ഥിരം പണിക്കാരാണ് ഉള്ളത്. തദ്ദേശീയരായ പണിക്കാരാണ് മുഴുവനും തന്നെ. ആ പണിക്കാരിൽ പലരും പടിഞ്ഞാറത്തറക്കാരുണ്ട് താനും. തൻ്റെ ഉത്തരവാദിത്വം ജോസ് മാത്യു മറക്കില്ലല്ലോ. അവിടെ ചെന്നിട്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. അന്ന് തന്നെ കൊടിത്തോട്ടത്തിലെ പ്രധാന പണിക്കാരനെ കയറി അങ്ങ് പരിചയപ്പെട്ടു. അമ്മാവൻ്റെ മകനെ കൊണ്ട് ചെറുതായി അന്വേഷിപ്പിച്ചിട്ടാണ് പടിഞ്ഞാറത്തറക്കാരനായ അയാളെ കണ്ടുകിട്ടിയത്. അയാളുടെ പേര് ജോയി എന്നാണ്. ജോയി ചേട്ടൻ പറമ്പിലെ കൃഷിപ്പണിക്ക് വരുന്ന സാഹചര്യം കുറവാണ്. അയാൾ ജോസിൻ്റെ അമ്മാവൻ കുര്യാക്കോസിൻ്റെ അടുത്ത് പണിക്ക് വരുന്നത് തന്നെ 2 ഉദ്ദേശത്തിലാണ്. പ്രധാന ഉദ്ദേശം നായാട്ടാണ്, അതും കാട്ടിവെടി. കുര്യാക്കോസിന് കാട്ടുപോത്തിനെ വെടിവയ്ക്കാൻ പോകാൻ പറ്റിയ തുണക്കാരൻ വേണം. സഹായിയായി കൊണ്ടുപോകാൻ അമ്മാവന് ഏറ്റവും വിശ്വാസമുള്ളയാൾ ജോയിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ അവന് മറ്റൊരു പേരും കൂടിയുണ്ട്, കാട്ടി ജോയി. കാട്ടിയെ വെടിവെക്കുമെന്നതുകൊണ്ട് മാത്രമല്ല, കാട്ടിയിറച്ചി നാട്ടിൽ വിൽക്കുന്നത് കൊണ്ടുകൂടിയാണ്
ആ പേര് വന്നത്. ജോസ് മാത്യുവിൻ്റെ അമ്മാവൻ്റെ മകൻ്റെ പേരും ജോസ് എന്ന് തന്നെയാണ്. എന്നാലും അവനെ ജോസുകുട്ടി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ജോസുകുട്ടിയുടെ സഹായത്തോടെ ജോസ് അന്നൊറ്റ ദിവസം കൊണ്ട് തന്നെ ജോയിയുമായി ദൃഢമായ അടുപ്പം സ്ഥാപിച്ചു. കാട്ടിൽ പോകുന്നതിനെ പറ്റിയും നായാട്ടിനെ പറ്റിയുമൊക്കെ സംസാരം മുന്നോട്ട് നീങ്ങി. അത് ജോയിക്കും നല്ല ആവേശമുള്ള കാര്യമായിരുന്നു. നായാട്ടിൽ മൃഗത്തിനെ കണ്ടാൽ മാത്രം പോരല്ലോ, തന്ത്രപരമായി വെടിപ്പാട് അകലത്തിലെത്തുകയും വേണം. കാഞ്ചിയിൽ വിരൽ ചേർത്ത് കൊണ്ടായിരിക്കും ആ പോക്ക്. അതും കാലിൻ്റെ വിരലുകൾ മാത്രം തറയിൽ ഊന്നിക്കൊണ്ട്. ഉന്നം പിടിക്കുന്നതും കാഞ്ചി വലിക്കുന്നതുമായ എല്ലാ രംഗങ്ങളും വളരെ വ്യക്തമായി തന്നെ ജോസിന് വിവരിച്ചു കൊടുക്കുന്നതിൽ ജോയിക്ക് അതീവ താല്പര്യമായിരുന്നു. എന്നാൽ ജോസിന് താല്പര്യം കാട്ടിവെടി ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് അയാളോട് വിഷയം മാറി തനിക്ക് വേണ്ട കാര്യം ചോദിക്കുകയും ചെയ്തു. ഇവിടങ്ങളിലെ വനത്തിൽ നക്സലൈറ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാമല്ലോ. നിങ്ങൾ വനത്തിൽ പോകുമ്പോൾ ഇതുവരെയും ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ ജോയി പറയും. കേട്ടോ കുഞ്ഞെ, ജോയി ഉള്ളതേ പറയൂ. അതേ ജോയിക്ക് അറിയത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച കുര്യാക്കോച്ചനെ കൂടാതെ ഞാൻ കാട്ടിൽ പോയില്ലായിരുന്നോ ജോസൂട്ടി? അന്നേരം ഞാൻ കണ്ടായിരുന്നു. ആരെ ആയിരിക്കും ജോയി കണ്ടിട്ടുണ്ടാവുക? രമേശനെയും നന്ദനെയുമൊക്കെ ആയിരിക്കുമോ? കാട്ടിൽ ജോയി കണ്ടത് ആരെയൊക്കെ ആയിരിക്കും? രമേശനെയും നന്ദനെയും നിഷാദിനെയുമൊക്കെ ആയിരിക്കുമോ? അതോ അന്വേഷണത്തെ തകിടം മറിക്കുന്ന മറ്റാരെങ്കിലുമോ? അടുത്ത ഭാഗത്തിൽ സത്യം കുറച്ചുകൂടി അടുത്തേക്കെത്തും. മുഴുവനും കേട്ടതിന് നന്ദി. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.